ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. നമ്മളിതൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ വിപിൻ. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിക്രമാദിത്യൻ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദുൽഖർ സൽമാൻ ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ ഒരു റീച്ച് ഉണ്ടാക്കിയ സിനിമയാണിത്. ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളിൽ ഉസ്താദ് ഹോട്ടൽ ഒരു പരിധി വരെ നേടിക്കൊടുത്തിരുന്നെങ്കിലും ഈ സിനിമയിൽ അതുകൊണ്ട് അടി ഉറച്ചിരുന്നു. കൂടെ തന്നെ ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കിയ സിനിമയാണിത്. ലാൽ ജോസിന്റെ സ്ഥിരം ട്രീറ്റ്മെന്റിൽ നിന്ന് ഒരുപാട് മാറി കുറെ പുതുമുഖങ്ങളെ ആ കാലത്തുള്ള ഒരു അത്യാവശ്യം മാർക്കറ്റുള്ള പുതുമുഖങ്ങളെ വെച്ചെടുത്തൊരു സിനിമ. അങ്ങനെയാണ് ഈ സിനിമയെ പറയാം. കൂടെ തന്നെ ഇതിൽ ഏറ്റവും അടിപൊളി ഹൈലൈറ്റ് എനിക്ക് തോന്നിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ദുൽഖറിന്റെ ആ ഇൻട്രോ സീക്വൻസ് തന്നെയാണ്. കാരണം ഈ പാട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഹര ഹര ദിൽ കെ പുകാർ ഹേ എന്നുള്ള ഒരു പ്രത്യേക വൈബുള്ള പാട്ടാണ്. കൂടെ ഈ സീക്വൻസിൽ ദുൽഖറിന്റെ ലുക്കും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വാഗും നടത്തും ഒക്കെ വേറെ ലെവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കൂടെ തന്നെ നല്ല രസകരമായി പോകുന്ന ഒരു സ്റ്റോറി ലൈനും എവിടെ ലാഗ് അടിക്കാതെ ഒരുപാട് നല്ല മനോഹരമായ പാട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന കുറേ ഇമോഷണൽ സീക്വൻസ് ഉണ്ട് കേട്ടോ പടത്തിൽ. ലേനയും അതുപോലെ ദുൽഖറും തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസ് ആണെങ്കിലും ശരി, ഇതിൽ ക്യാമിയോ ആയിട്ട് വരുന്ന നിവിൻ പോളിയുടെ കുറച്ച് സീക്വൻസ് എല്ലാം നല്ല രസകരമാണ് ഈ സിനിമയത്തെ. അതേപോലെ ഒരുപാട് രസകരമായ കോമഡികൾ ഈ സിനിമയിലാണ്. ഞാൻ തോന്നുന്നു സാദിഖിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്ന് ഈ സിനിമയിൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തെ എല്ലാ സിനിമയുടെ സൈഡ് റോളിലാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ സിനിമയിലാണ് അദ്ദേഹത്തിന് ഒരു മികച്ച പെർഫോമൻസ് ഉള്ള ഒരു ക്യാരക്ടർ, അത്യാവശ്യം ഡിമാൻഡിങ് ആയിട്ടുള്ള റോളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെത്ത് സ്റ്റാറിന്റെ ഫസ്റ്റ് മരണം ഈ സിനിമയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് തുടക്കം കുറിച്ചത്. എന്തായാലും പടം അടിപൊളിയായിരുന്നു. തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയിരുന്നില്ല, പക്ഷേ ടി വിയിലും ഫോണിലൊക്കെ ഒരുപാട് തവണ ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ട സിനിമകളിൽ ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ദുൽഖറിനെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒരുപാട് രസകരമായ പാട്ടുകളുള്ളതുകൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പോഴും എനിക്ക് റിപ്പീറ്റ് വാച്ച് ഞാൻ കാണും. പ്രത്യേകിച്ച് ക്ലൈമാക്സ് അത് വേറെ ലെവലാണ്. എന്താണെന്നറിയില്ല, എനിക്ക് വല്ലാത്തൊരു രോമാഞ്ചം തരും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മോട്ടിവേറ്റ് ആവുന്ന ഒരു ക്ലൈമാക്സ് ആണ്. കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ കോമ്പിനേഷൻ, അത് ഉണ്ണിമൂന്തനും ദുൽഖറും തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസും ഒക്കെ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട് ക്ലൈമാക്സിൽ. കൂടെ തന്നെ ഉണ്ണിമൂന്തൻ ഈ സിനിമയിൽ ഒരു റീച്ച് കുറച്ച് കൂടുതലായി തന്നെ കിട്ടി. കാരണം മസിലാളി എന്നുള്ള ലേബൽ തന്നെ ഈ സിനിമയിൽ നിന്നാണ് കിട്ടിയത്. അതൊക്കെ വേറെ ലെവലാണ്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സിനിമ എന്തായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫീലാണ് തന്നതെന്നുള്ളതും നമുക്ക് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ, ഗുഡ് നൈറ്റ്.